ദാവീദിന്റെ ഒരു വ്യക്തിപരമായ ഒരു വിലാപഗീതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദാവീദിന്റെ വ്യക്തിപരമായ ഒരു വിലാപഗീതം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ശ്രദ്ധ അവന് ഹല്ലേലൂയ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ കടന്നു പോകുന്ന സാഹചര്യം, അവൻ കടന്നു പോകുന്ന പ്രതികൂലം, അവൻ ഹല്ലേലൂയ അനുഭവിക്കുന്ന ഉപദ്രവങ്ങൾ, ഇതെല്ലാ സാഹചര്യത്തിൻ്റെ മധ്യയിലും അവന് ഒരു ആഗ്രഹം, ദൈവത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ, ഹല്ലേലൂയ, സ്തോത്രം, അവന് വേണം. ഒന്നാം വാക്യം വായിച്ചാട്ടെ. എൻ്റെ പ്രാർത്ഥന കേട്ട് ചെവി ചായ്ക്കണമേ, എൻ്റെ ധ്യാനം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ സാഹചര്യത്തിൽ അവൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവനൊരു ആൻസർ വേണം, ദൈവത്തിൻ്റെ ശ്രദ്ധ വേണം. ഹല്ലേലൂയ, സ്തോത്രം. സമർജൻസി. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. അവനൊരു സങ്കടത്തിൻ്റെ ഹല്ലേലൂയ മധ്യത്തിൽ കടന്നു പോകുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് തന്നെ ആയിക്കോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അങ്ങേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഫസ്റ്റ് പ്രയോറിറ്റി, പ്രിഫറൻസ് തരുമെന്ന് മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഓടിയെത്തും. വായിച്ചേ. ഹല്ലേലൂയ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. The day as much as earlier I will come unto you. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അങ്ങയുടെ സന്നിധി മുൻപാകെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദിവസം വെളുക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ പ്രയോറിറ്റി നീയാണ്, എൻ്റെ പ്രിഫറൻസ് നീയാണ് എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദിന്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 4, 5, 6 വാക്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് അവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ നീതിത്വത്തെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്, നീതിമാനായ ദൈവമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ആ വചനങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. 7-ാം വാക്യം അവിടെ നിർത്തുമ്പോൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, തനിക്ക് എതിരെ വരുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ശത്രുവിൻ്റെ ആക്രമണത്തിനെതിരെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം. 11, 12 വാക്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവ പൈതലിൻ്റെ ഒരു ആത്മവിശ്വാസത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 11, 12 ഏതൊരു സാഹചര്യത്തിൽ പോയാലും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവ പൈതലിൻ്റെ, ദൈവ മക്കളുടെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ആത്മവിശ്വാസത്തെ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നമ്മൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഞാനോ, ഒന്ന് വായിച്ചാട്ടെ, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ എൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ഭക്തിയോടെ, ഹല്ലേലൂയ, ഭയഭക്തിയോടെ ഞാൻ ആരാധിക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഐ വിൽ കം അൺടു യുവർ പ്രസൻസ്. എന്തൊക്കെ സംഭവിച്ചാലും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഐ വിൽ കം അൺടു യു, ഐ വിൽ വർഷിപ്പ് യു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കും, ഹല്ലേലൂയ, കടന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഒരാഴ്ചവട്ടം, ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തിൽ പല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും നമ്മൾ ഓടിയെത്തി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ നമ്മളെത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഈ സങ്കീർത്തനത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം, ഹല്ലേലൂയ, എന്നെ ഏൽപ്പിച്ച ഒരു, ഹല്ലേലൂയ, സ്തോത്രം, ചിന്ത ഈ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 12-ാം വാക്യം, ഹല്ലേലൂയ, സ്തോത്രം, ഒന്ന് വായിച്ചട്ടെ. അതിന്റെ 12-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, ഹല്ലേലൂയ, സ്തോത്രം, നീ നീതിമാനെ അനുഗ്രഹിക്കും. യഹോവേ, പരിച കൊണ്ടെന്നതുപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നൽകിയ, ഹല്ലേലൂയ, വാഗ്ദത്തം പോലെയുള്ള ഒരു വചനത്തിനായി നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഗോഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കേഴ്സ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ കരുതലും കാവലും എന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വേണമെങ്കിൽ ഒരു ക്യാപ്ഷൻ ഇടാം. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ കരുതലും കാവലും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, പല സാഹചര്യങ്ങളിൽ വരുന്ന തിരസ്കരണം പോലും ദൈവത്തിൻ്റെ ദയ എന്ന് എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ റിജക്റ്റ് ചെയ്യുവാൻ
പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ റിജക്റ്റ് ചെയ്യുന്നു പലയിടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ. അതുപോലും ദൈവത്തിൻ്റെ ദയ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലാക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം വേദത്തിൽ ഹല്ലേലൂയ സ്തോത്രം നല്ല ഹല്ലേലൂയ സ്തോത്രം ഗ്രാഹ്യമുള്ളവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും പറഞ്ഞു ഒഴിവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെ പഠിപ്പിച്ചവർ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ മുൻപിൽ പോയി നിന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം മനസ്സിലായോ എന്ന് 10 പ്രാവശ്യം ചോദിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം അവരുടെ അനുഭവം വെച്ചും അവരുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വചന ധ്യാനം വെച്ചും നിങ്ങളൊക്കെ വളരെ ചെറിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കൃപയാൽ നിങ്ങൾ മുൻപിലായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചില തിരസ്കരണങ്ങൾ പോലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദയ എന്ന് മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് ശരി. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. റിജക്ഷൻ ഇസ് ഫേവർ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരസ്കരണം ഹല്ലേലൂയ ചില തിരസ്കരണം പോലും അവൻ്റെ മഹാദയ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഹല്ലേലൂയ സ്തോത്രം അധികമാരും സഞ്ചരിക്കാത്ത ഹല്ലേലൂയ സ്തോത്രം അധികമാരും കാണാത്ത ഹല്ലേലൂയ സ്തോത്രം അധികമാരും ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ തന്നെ ശോധന ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം നാം വചനം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കാഴ്ചയാലല്ല നാം വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നതെന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. ഒരു ദൈവമക്കൾ ഹല്ലേലൂയ സ്തോത്രം ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം കണ്ണുകളിൽ നാം ഓരോരുത്തരും വിശേഷിച്ചവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇൻ ഗോഡ്സ് ഐസ് ഹല്ലേലൂയ സ്തോത്രം വി ആർ സോ സ്പെഷ്യൽ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നാം വളരെ വിലപ്പെട്ടവരാണ്, വിശേഷം ഉള്ളവരാണ്. ഹല്ലേലൂയ. റോമാലേഖനം 12:2 ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതിയതാക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം, ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ഹിതം ഹല്ലേലൂയ സ്തോത്രം ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ മനസ്സ് പുതിയതാക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് മൈൻഡ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മൈൻഡ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ സോളിൻ്റെ ഉള്ളിലാണ് ഈ മൈൻഡ് കിടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സോളിൻ്റെ ഉള്ളിലാണ് ഈ മൈൻഡ് കിടക്കുന്നത്. ഈ മൈൻഡ് പുതിയതാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇത് പുതിയതാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ തമ്മിൽ ഹല്ലേലൂയ രൂപാന്തരം വരുത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിൽ രൂപാന്തരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിൽ ഈ ലോകത്തിൽ ലഭിക്കുന്ന പല നന്മകൾ കൊണ്ടും പല ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ദൈവിക സമാധാനം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിൽ നിലകൊള്ളുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. താൽക്കാലികമായതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ കാണുന്ന സകലതും ഞാൻ തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ഈ ലോകത്തിലുള്ള സകലതും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കാണിച്ചു കൂട്ടുന്ന, നമ്മൾ മേടിച്ചു കൂട്ടുന്ന, നമ്മൾ ഉയരത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സകല വസ്തുക്കളും ഹല്ലേലൂയ സ്തോത്രം തീക്കായിട്ട് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദിവസങ്ങൾ കടന്നു വരും, ദൈവം സകലത്തെയും നിർമൂലമാക്കും, നശിപ്പിക്കുമെന്ന് ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകത്തിൽ വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ പൈതലിന് ഒരു ദൈവിക ഹല്ലേലൂയ സ്തോത്രം ദർശനം ലഭിച്ചവന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവനൊരു സമാധാനമായ ജീവിതം യേശു കർത്താവ് വരുവോളം ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ മരണം വരെ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ദൈവിക സന്തോഷത്തിൽ നിലകൊള്ളണമെങ്കിൽ തൻ്റെ മനസ്സ് ഹല്ലേലൂയ സ്തോത്രം പുതിയതാക്കണം. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലേ ഒരു രൂപാന്തരം വരികയുള്ളൂ. നമ്മളിൽ രൂപാന്തരം വരുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പത്രോസും യോഹന്നാനും യാക്കോബും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കൂടെ യേശു കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു കർത്താവ് രൂപാന്തരപ്പെട്ട് ആ വെളിച്ചം ഹല്ലേലൂയ സ്തോത്രം തങ്ങളിലേക്ക്
പ്രകാശമായപ്പോൾ അവർ ചിന്തിച്ചു, നമ്മൾ ഇവിടെ ആയിരുന്നത് മതി. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ മറ്റൊന്നും വേണ്ട, ഇതാണ് നമുക്ക് വേണ്ടത് എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു രൂപാന്തരം നമ്മൾക്കിടയിൽ സംഭവിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ ഈ മനസ്സ് പുതിയതാകുന്നത്? ഹല്ലേലൂയ സ്തോത്രം. റിന്യൂവിങ് അവർ മൈൻഡ് by the God's word. ഹല്ലേലൂയ സ്തോത്രം. The word of God. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ മനസ്സിനെ പുതിയതാക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. വാക്യ ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ഹീബ്രു chapter 4 verse 12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും ശക്തി മഞ്ചകളെയും വേർപിരിക്കുന്നത് മതി. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എനിക്ക് വേണ്ടത് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ ഒരു മനുഷ്യൻ എന്നത് ഹല്ലേലൂയ സ്തോത്രം 3 പാർട്ടാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ദേഹം, ദേഹി, ആത്മാവ്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ വേർപിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ വേർപിരിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം ഉള്ളിൽ ചെന്നാലേ ഇതിനെ വേർപിരിച്ച് ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ, പുതിയതാക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 119 105-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഉമ്മുடைய വചനം എൻ കാലുകൾക്ക് ദീപവും എൻ പാതയ്ക്ക് വെളിച്ചവുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വചനം ഹല്ലേലൂയ നമ്മളെ പ്രകാശിപ്പിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മൈൻഡിനെ പ്രകാശിപ്പിക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. My people are destroyed for lack of knowledge. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഹല്ലേലൂയ ജനം അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് ഹോശേയ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ വചനം എന്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മലയാളത്തിൽ പരിജ്ഞാനം എന്ന് എഴുതിയിരിക്കുന്നു, പക്ഷേ തമിഴിൽ നോളജ്, അറിവെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ഏതറിവാണ്? ദൈവത്തിന്റെ കൽപ്പനകളുടെ അറിവില്ലായ്മ കൊണ്ട് ആ ജനം നശിച്ചു പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ നാഴികയും നാം ദൈവവചനത്തിൽ പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പുതുക്കം പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരും. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ there will be hallelujah there are some rejection in our life for good. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിൽ ചില നല്ലത് സംഭവിക്കാൻ ചില ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം തിരസ്കരണങ്ങൾ, റിജക്ഷൻസ് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. ഹല്ലേലൂയ സങ്കീർത്തനം 5:12. ഹല്ലേലൂയ. പരിച കൊണ്ട് എന്നതുപോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ പരിച ഹല്ലേലൂയ സ്തോത്രം തമിഴിലെ കേടകം, ഹല്ലേലൂയ സ്തോത്രം ഇംഗ്ലീഷിലെ ഷീൽഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വരുന്ന ആക്രമണത്തിന് ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യാ? ഹല്ലേലൂയ സ്തോത്രം അതിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കുവാൻ, പ്രൊട്ടക്ഷൻ, ഗോഡ്സ് പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ സ്തോത്രം കെയർ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ സ്തോത്രം ഉപയോഗപ്പെടുത്തുന്നതാണ് പരിച. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ സ്തോത്രം പരിച അവനെ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യുന്നു? മറയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇൻ അതർ വേർഡ്സ് ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു ചിന്തയിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു കവചം നമ്മുടെ നന്മയ്ക്കായി ചിലതിനെ തടയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ നിറവേറുവാൻ ചിലതിനെ തടയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ചിലതിനെ തടയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു എക്സാമ്പിൾ പറയാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാവരും ഏകദേശം കുറച്ച് പേരൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ആരാണ് ഹല്ലേലൂയ സ്തോത്രം അതിൽ ഏറ്റവും വലിയ ആളെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റർ. ഹല്ലേലൂയ സ്തോത്രം. ക്ലൈൻ്റ് ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഇൻവെസ്റ്ററാണ് അതിൻ്റെ ഏറ്റവും വലിയ പുള്ളി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം പുള്ളിക്ക് എന്താണ് വേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം ഒരു ക്വാളിറ്റി, നല്ലൊരു ഹല്ലേലൂയ സ്തോത്രം ഗുഡ് ക്വാളിറ്റി ഹല്ലേലൂയ സ്തോത്രം ഒരു ബിൽഡിംഗ് ആണ് പുള്ളിക്ക് വേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അവരെന്ത് ചെയ്യും?
ഒരു കൺസൾട്ടൻറ്റിനെ അസൈൻ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൺസൾട്ടൻറ്റിനെ അസൈൻ ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന സകലവിധ എക്യുപ്മെൻറ്റും സകലവിധ സാധനങ്ങളും എന്ത് ചെയ്യണം? ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം. എങ്കിലേ ഈ ബിൽഡിങ്ങിന് ലോങ് ലൈഫ് ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ അതിനെ ക്വാളിഫൈ ചെയ്യാൻ, ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളതിനെ സബ്മിഷൻ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ സബ്മിഷൻ ചെയ്യുമ്പോൾ അവരതിലുള്ള കുറവുകളെല്ലാം കാണിച്ചുകൊണ്ട് റിജക്റ്റ് ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. കുറവുകളെല്ലാം കാണിച്ചുകൊണ്ട് റിജക്റ്റ് ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇതല്ല ഞങ്ങളുടെ സ്പെക്ക്. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ റിക്വയർമെൻറ്റ് ഇതല്ല, വേറെയാണ്. അങ്ങനെ റിജക്റ്റ് ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ആ ബിൽഡിങ്ങിൽ നല്ലൊരു ഹല്ലേലൂയ സ്തോത്രം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്താണെന്നറിയാവോ? ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഹൈ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവന് മുടക്കിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെലവ് വളരെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ബാങ്കിൽ കടമേടിച്ചും പല ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്നും ഇടവെന്നും ഹല്ലേലൂയ സ്തോത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, ഈ ലോകത്തിലെ ഒരു ബിൽഡിംഗ് ഞാൻ ആദ്യം പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തിലുള്ള സകലതും തീക്കായിട്ട് വച്ചിരിക്കുന്ന ആ ഒരു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഇത്രയേറെ പ്രത്യേകത ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യനായ നാം വേദപുസ്തകത്തിൽ പറയുന്നു ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തിനും ഹല്ലേലൂയ സ്തോത്രം വലുതാണ്, സർവ്വലോകത്തേക്കാൾ വലുതാണ്. വായിക്കുക ഹല്ലേലൂയ സ്തോത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 26. ഹല്ലേലൂയ. തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ലാഭം? അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വലുത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ സ്തോത്രം, ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഹൈ. ഹല്ലേലൂയ സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 8:36 അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:14 വായിക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:14. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതാണോ ആ വാക്യം? അക്രമങ്ങളൊക്കെയും നമ്മോട് ശ്രമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു. ഞാനത് ഇംഗ്ലീഷിൽ പറയാം. ബൈ നെയിലിംഗ് ഇൻ ടു ദ ക്രോസ് ഹി ക്യാൻസൽഡ് ദ ഹല്ലേലൂയ സ്തോത്രം റെക്കോർഡ് ഓഫ് അവർ ഓൾ ഡെഫ്റ്റ്. ഹല്ലേലൂയ സ്തോത്രം. He cancelled by nailing it. ഹല്ലേലൂയ സ്തോത്രം. തന്നെത്താൻ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ കൈകളിൽ കാലുകളിൽ നെയിൽ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? He cancelled നമ്മുടെ ഡെപ്റ്റൊക്കെ, നമ്മുടെ കടങ്ങളൊക്കെയും വീട്ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കടങ്ങളൊക്കെയും വീട്ടി. The investment is high. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾക്കായി ദൈവം മറുവിലയായി കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ്, ദൈവത്തിന്റെ ജീവൻ, യേശു കർത്താവിന്റെ ജീവൻ, ആ മറുവിലയ്ക്ക് പകരമായിട്ട് നമുക്ക് കൊടുപ്പാൻ ഒന്നുമില്ല. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ വില കൊടുത്ത് വാങ്ങിയ നമ്മളിൽ ഹല്ലേലൂയ സംഭവിക്കേണ്ട, നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സംഭവങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം വിലയേറിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. ചില ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച് ഹല്ലേലൂയ സ്തോത്രം സാധാരണ ഒരു ജീവിതം നയിക്കേണ്ടതല്ല ദൈവ പൈതൽ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ a lot of rejections. ഹല്ലേലൂയ സ്തോത്രം. Proverbs chapter 10 verse 22. ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ 10:22 നമുക്ക് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. തമിഴിലൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം ഐശ്വര്യത്തെ നമുക്ക് തരും. അടുത്തത് അതിൻ്റെ കൂടെ he will not add a sorrow. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ കൂടെ കഷ്ടത്തെയും ഹല്ലേലൂയ സ്തോത്രം ദുഃഖത്തെയും എല്ലാ കാര്യങ്ങളും ദൈവം എന്ത് ചെയ്തിട്ടില്ല? ആഡ് ചെയ്തിട്ടില്ല. ദൈവം തരുന്നത് as a perfect blessing. ഹല്ലേലൂയ. ദൈവം തരുന്നത് as a perfect
ബ്ലെസ്സിങ്. ഹല്ലേലൂയ സ്തോത്രം. കാരണം വി ആർ വാല്യുബിൾ ഫോർ ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വിലപ്പെട്ടവരാണ് ദൈവത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം പല റിജക്ഷൻസ് ഹി വിൽ ഹല്ലേലൂയ അലൗ ടു ഗോൺ ത്രൂ ലോട്ട് ഓഫ് റിജക്ഷൻസ്. ഹല്ലേലൂയ സ്തോത്രം. പല റിജക്ഷനിലൂടെ കടന്നു ചെല്ലുവാൻ ദൈവം നമ്മെ അനുവദിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട? ഹല്ലേലൂയ സ്തോത്രം സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നല്ലത് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ഏതൊരു മേഖലയാകട്ടെ, ഹല്ലേലൂയ സ്തോത്രം അവഗണിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ വിളിക്കുന്നില്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ഒരു ടെക്സ്റ്റ് മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണോ? ഒരു ഇമെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണോ? ഹല്ലേലൂയ സ്തോത്രം. ഇല്ല, ആരും വിളിക്കുന്നില്ല, ആരും ടെക്സ്റ്റ് ചെയ്യുന്നില്ല, ആരും ഇമെയിൽ ചെയ്യുന്നില്ല. ഓ റിജക്ഷൻസ്, ലോട്ട് ഓഫ് റിജക്ഷൻസ്, ലോട്ട് ഓഫ് റിജക്ഷൻസ്. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് ഇതുപോലെ ഹല്ലേലൂയ സ്തോത്രം വിലപിച്ചുകൊണ്ട് ഇരുന്നു. ഹല്ലേലൂയ സ്തോത്രം. തന്റെ വീട്ടിൽ മംഗളകരമായ വലിയൊരു വിരുന്ന് സംഭവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ വിരുന്നിലേക്ക് തന്റെ ഡാഡി വിളിച്ചില്ല, തന്റെ മമ്മി വിളിച്ചില്ല, തന്റെ കൂട്ടു സഹോദരങ്ങൾ ആരും വിളിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. He expected something, a call from his family, but hallelujah stotram, nothing has happened. God saying, the spirit of the Lord is saying, oh ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, hallelujah stotram, നിങ്ങളെ ആരും മാനിച്ചില്ലെങ്കിലും, നിങ്ങളെ ആരും വിളിച്ചില്ലെങ്കിലും എൻ്റെ പ്രവാചകൻ മുഖാന്തരം ഞാൻ നിന്നെ വിളിക്കും, ഞാൻ നിന്നെ വിളിക്കും. എൻ്റെ പ്രവാചകൻ മുഖാന്തരം. ഓ hallelujah. അധികം സമയമൊന്നുമില്ല. sometimes wait, hallelujah stotram, കുറച്ച് സമയം നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യ്. hallelujah stotram. I will call, hallelujah, I will call through my prophet, hallelujah stotram. I will call through my പ്രവാചകൻ, hallelujah stotram, hallelujah. അത് വെറും ആ വിരുന്നൊന്ന് കഴിച്ചു മാറുവാൻ വേണ്ടിയിട്ടല്ല, അത് hallelujah stotram അവിടെ ഒരുക്കിയിരിക്കുന്ന hallelujah stotram ആ ഇറച്ചികളൊക്കെ കഴിച്ച് hallelujah stotram സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടല്ല. the special calling, hallelujah stotram, a special assignment, the special purpose God hallelujah stotram already predestined in our life. hallelujah. ജെറമ്യാ പ്രവചന പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. ആനൊന്ന് NIV ഒന്ന് വായിച്ചാട്ടെ. For I know the plans I have for you. നിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എനിക്ക് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. I know the plans I have for you. നിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവം പറയുന്നു, plans to prosper you, not to harm you. Plans to give you hope and future. Hallelujah stotram. Plans to prosper you, plans to give you hope and future. നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള, നിങ്ങൾക്ക് പ്രതീക്ഷയും ഭാവിയും നൽകാനുള്ള പദ്ധതികൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എനിക്ക് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് അറിയാം. ഇറ്റ്സ് നോട്ട് ഹാം ഫോർ യു. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ ഉപദ്രവിക്കാനുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന റിജക്ഷൻസ്, അത് നിങ്ങളുടെ ഉപദ്രവത്തിന് വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. ഒരു 2 ചെറിയ ഹല്ലേലൂയ സംഭവങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ചെറിയ മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ ദേശത്ത് കടന്നു വന്നപ്പോൾ ഞാനൊരു വാഹനം മേടിച്ചു. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാഹനം ഹല്ലേലൂയ സ്തോത്രം ഗ്രിറ്റ. ഹല്ലേലൂയ സ്തോത്രം. വലിയ സംഭവങ്ങളൊന്നുമല്ല. ഞാനതിൽ നടന്ന ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഞാനൊരു ഹല്ലേലൂയ സ്തോത്രം യൂസ്ഡ് കാറിൽ പോയി, പല യൂസ്ഡ് കാറിൽ പോയി, ഒരു യൂസ്ഡ് കാറിൽ പോയി ഇന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി കണ്ടു, സാന്റാഫി. അറിയാമല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഹ്യുണ്ടായി സാന്റാഫി. ഇതിൻ്റെ അണ്ണനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വച്ചിരിക്കുന്നവൻ്റെ അണ്ണനാണ്. ഇതിനെക്കാട്ടിലും പൈസ കുറവാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 1300 റിയാൽ ഇതിനെക്കാട്ടിലും കുറവാണ്. എങ്കിൽ പോലും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിലയൊക്കെ ഫിക്സ് ചെയ്തു, ഉള്ളിൽ വന്നിരുന്ന് സംസാരിച്ചു. അപ്പോൾ സാർ 1 മാസം കൂടെ വെയിറ്റ് ചെയ്യണം, കാരണം നിങ്ങൾ 3 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് ലോണ്, 3 മാസത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചാലേ ലോണ് ലഭിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് വന്ന കാര്യങ്ങൾ ദൈവശബ്ദം കേട്ടിട്ടാണ് വന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നെ അറിയാതെ കുറച്ച് എന്നെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവസാനം പുള്ളി പറഞ്ഞു, സാർ ഈ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു.
ഹല്ലേലൂയ സ്തോത്രം. സാർ ഈ വണ്ടി എടുക്കണ്ട, ഒരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, ഞാൻ വേറെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വിളിക്കാം, നമ്പറുണ്ടല്ലോ വിളിക്കാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ വാഹനം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ സ്തോത്രം. സാൻ്റെ വി നല്ല പവറുള്ള വണ്ടിയാണ്, നല്ല വലുതാണ്, വിലയും കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പുള്ളി പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം സാറേ ഈ വണ്ടിയുടെ എൻജിനിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ചെറിയൊരു ലീക്കേജ്, പക്ഷേ അത് എത്ര ചിലവ് വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് സാറിന് ഈ വണ്ടി വേണ്ടാന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനിത് ചോദിച്ചതുകൊണ്ട് അറിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ദിവസവും നാം അറിയാതെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളും നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അറിയുവാൻ കഴിയും. നമ്മുടെ പുറകിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഈ സഭാ ഹോൾ ഹല്ലേലൂയ സ്തോത്രം ദേവാസനം എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ പോയി ഹല്ലേലൂയ സ്തോത്രം ചോദിക്കുമ്പോൾ ഞങ്ങളെ പുച്ഛിച്ച് ഇറക്കി വിടുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ എന്തിനാണ് വരുന്നത്? ഹല്ലേലൂയ സ്തോത്രം. റിജക്ഷൻസ് ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ഈ കൃപയിൽ നിന്നുകൊണ്ട് നമ്മുടെ വായിൽ നിന്നും ഒരു മരത്തില്ല. സ്വാഭാവികമാണ്, നമുക്ക് ചെറിയ ദേഷ്യങ്ങളൊക്കെ വരും, എല്ലാം വരും. പക്ഷേ അതുകൊണ്ട് ഒന്നും പറയാതെ ഞങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് റിജക്ഷൻസ്. പക്ഷേ ആ റിജക്ഷൻസ് ഒന്നുമല്ല ഹല്ലേലൂയ സ്തോത്രം ഇന്ന് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എന്താണ് കാണുന്നത്? ഹല്ലേലൂയ സ്തോത്രം ഒരു പുതിയൊരു ഐഡന്റിറ്റി. ഹല്ലേലൂയ സ്തോത്രം. അതിനേക്കാളും ശ്രേഷ്ഠമേറിയത് ദൈവം ഒരുക്കിയത് കൊണ്ട് പലതും അവിടെ തടഞ്ഞു വച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചിലപ്പോൾ ലഭിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മുറി ഒതുങ്ങിക്കൂടുവാനുള്ളത് ചിലപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉള്ളത് കൊണ്ട് അത് റിജക്റ്റ് ചെയ്തു. ഒരു തവണ രണ്ട് തവണയല്ല, പല തവണകൾ റിജക്റ്റ് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചില തിരസ്കരണങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് ആ ഒരു വാക്ക് അവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നീതിമാനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നമ്മളല്ലേ ഹല്ലേലൂയ സ്തോത്രം? നമ്മളൊക്കെ നീതിമാന്മാരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു ഹല്ലേലൂയ സ്തോത്രം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. യേശു കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാവങ്ങളെല്ലാം റിമൂവ് ചെയ്ത് യേശുവിൻ്റെ മേൽ ഇട്ടു. യേശുവിൻ്റെ നീതി നമ്മുടെ മേൽ ധരിച്ചു. നമ്മൾ നീതിമാനാണ്. ഹല്ലേലൂയ.